മാർച്ച് 28-ാം തീയതി ഞാൻ ഇതുപോലെ ക്യാമറ ഓൺ ആക്കി വെച്ചതിന് ശേഷം ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ, ഇതാണ് ഞങ്ങളുടെ നടൻ എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് ശ്രീ പൃഥ്വിരാജിനെ കുറിച്ച് പറയാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് പൃഥ്വിരാജാണ്, മലയാളത്തിന്റെ സ്വന്തം നടനാണ് എന്ന് പറയാനായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് പറ്റുന്ന ഒരു ദിവസം ഏതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർച്ച് 28-ാം തീയതിയാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയല്ലേ? തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് വന്നിരിക്കും. മാർച്ച് 28-ാം തീയതി പൃഥ്വിരാജിന്റെ കരിയറിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഇന്റർവ്യൂസുകളും നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ടീസർ കണ്ടേക്കുന്ന സമയത്തും ഫോട്ടോസുകളും അല്ലെങ്കിൽ പോസ്റ്റേഴ്സിൽ കാണുന്ന സമയത്തൊക്കെയും ഇതുവരെ ഒരു ഡിപ്പ് സംഭവിക്കാത്ത, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ മേലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലസി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ 16 വർഷത്തെ വിഷനും 10 വർഷത്തെ സ്ക്രിപ്റ്റിങ്ങും 10-20 വർഷത്തെ ഒരു മേക്കിങ്ങും മറ്റൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് കാത്തിരിക്കാണ്ടിരിക്കാനായിട്ട് പറ്റുക? നമുക്ക് എന്തായാലും കണ്ടുവെക്കാം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എനിക്ക് ഈ ഒരു ട്രെയിലറിന്റെ തംബ്നെയിൽ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര ഭീകരത ഫീൽ ചെയ്തു. കാരണം 3 സ്റ്റേജ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് ഇവിടെ കാണാൻ വരുന്നത്. വളരെ ചെറുപ്പക്കാരനായിട്ട് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ കാണാൻ വരുന്നുണ്ട്, നാടനായുള്ള ഒരു ക്യാരക്ടർ കാണാൻ വരുന്നുണ്ട്. അയാൾ ആ ഒരു മരുഭൂമി ചെന്ന് പെട്ടതിന് ശേഷമുള്ള അയാളുടെ ജീവിതം കാണിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. പിന്നീട് മരുഭൂമിയിലൂടെ മനുഷ്യനായിട്ട്, അതായത് അവിടെ ചെന്ന് നരകിച്ച് ജീവിച്ചേക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസാന ഒരു മൊമെന്റ് എന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജിൽ ഒരു എക്സ്ട്രീമിറ്റി കാണിക്കുന്ന തരത്തിലുള്ള ലുക്ക് തന്നെയാണ് മൂന്നാമത്തെ ലുക്ക് എന്ന് പറയുന്നത്. തംബ്നെയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമൊക്കെ കണ്ടനെ അറിയണം. നമുക്ക് അതായിരുന്നു കണ്ടുവെക്കാം. ഫുൾ ബ്രൈറ്റ്നസ്, ഫുൾ വോളിയം, ലെറ്റ്സ് പ്ലേ. ഓഫ്, ആ കൈയുടെ നഖങ്ങളൊക്കെ കണ്ടോ? ഓ, ചെരുപ്പൊക്കെ കണ്ടോ? വൗ, നല്ല ക്വാളിറ്റി ഉള്ള ഷോട്ട്സ് കേട്ടോ. Wow, wow, wow. Oh. കൊടുങ്കാറ്റോ? വാവ്, ഞാൻ ഈ അടുത്ത ഡ്യൂണിലെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വാവ്, മാർച്ച് 28. മലയാള സിനിമയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ. ഓരോ സിനിമ കഴിയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയുടെ സീൻ മാറിക്കൊണ്ടിരിക്കുകയെന്ന്. ഈ പടത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇവരൊരു വീഡിയോ കണ്ടായിരുന്നു. എന്നോട് കുറേ പേര് റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്ട് സമ്മറി കാണുന്ന സമയത്ത് 2020 നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന വലിയൊരു പാൻഡമിക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മൊത്തം പാൻഡമിക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എയർപോർട്ടുകളൊക്കെ അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിക്ക് എല്ലാവരും ലോക്ക് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. ഇവർ ഈ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂളിന് വേണ്ടിയിട്ട് ജോർദാനിൽ പോയേക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ട്രാപ്പ് ആയതിനു ശേഷം ഇവർ ആ ഒരു ഫെസിലിറ്റിയിൽ ഇവർ നിൽക്കുന്ന ആ ലൊക്കേഷനിൽ തന്നെ ട്രാപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ന്യൂസിൽ മറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഡിപ്രഷൻ പോലെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടറിനല്ല ഞാൻ പറയുന്നത്, അവിടെയുള്ള ഫുൾ യൂണിറ്റിന് അവർക്കുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫുൾ ഡിപ്രഷനായിരുന്നു. കാരണം COVID-19 എന്ന് പറയുന്ന ആരും ഇതുവരെ കാണാത്തൊരു സംഭവം വരുന്നു. ഫുൾ ലോക്ക്ഡൗൺ ആവുന്നു, ഫാമിലിനെ കാണാൻ പറ്റുന്നില്ല, ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല, എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് ഇനി ഷൂട്ട് പോലും നടക്കുമെന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന സമയത്താണ് കോവിഡ് ഇത്രയും വലിയൊരു പാൻഡമിക്കായിട്ട് നിൽക്കുമ്പോഴും അവർ ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അത് എടുത്ത് പറയാണ്ട് പറ്റില്ല. സിനിമ നന്നായോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് സിനിമ കണ്ടിട്ട് മാത്രം പറയാം. പക്ഷേ അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് മാത്രം ഒരു സിനിമയായിട്ട് കാണിക്കാനായിട്ടുള്ള സാധനമുണ്ട്. ഞാൻ പറയാ വെച്ചാൽ നിങ്ങൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു 10 മിനിറ്റ് വീഡിയോ ഒന്ന് കാണിക്കാൻ പറ്റുമോ വെച്ചാൽ കാണിക്കുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ വേറെ ഒന്നുകൊണ്ട് പറയുന്നതല്ല. ഇവരുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളൊന്ന് എഴുന്നേറ്റ് കൈയടിച്ചു പോകും. സീരിയസ് ആയിട്ട് പറയുന്നതാണ്, എക്സാജറേറ്റ് വേണ്ടി പറയുന്നതല്ല. കാരണം അത്രയും അധികം കഷ്ടപ്പെടുന്നുണ്ട് ഇവർ ആ ഒരു ഡിപ്രഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്. എനിക്കിതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്.
ഇവർ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവർക്ക് ബോളൊന്നും ഇല്ലാഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് അവിടെ ഒരു കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ബാറ്റൊക്കെ ഉണ്ടാക്കി അവിടെ ചെരുപ്പില്ലേ നമ്മുടെ സാധാരണ റബ്ബർ ചെരുപ്പ് വെച്ചിട്ട് അത് വെച്ച് ഇവർ ബോളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്, ഇവരുടെ മേക്കിംഗ് വീഡിയോക്കകത്ത്. അങ്ങനെ വെച്ച് കളിച്ച് ഇവർ ഡിപ്രഷനൊക്കെ തീർത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുഡും മറ്റൊക്കെ ആവശ്യത്തിനൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ഗെയിംസ് കളിച്ച് പിന്നെ ഗുഡ് ഫ്രൈഡേയുടെ സമയത്ത് അന്ന് മറ്റേ ഇതായിരുന്നു നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഗുഡ് ഫ്രൈഡേയുടെ ആ ഒരു ടൈമായിരുന്നു. ആ സമയത്ത് കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇവർ അവിടെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ റിലീജിയസ് ആയിട്ട് പറയുന്നതല്ല, പക്ഷേ സ്റ്റിൽ അതിനകത്ത് എല്ലാവരും ജാതി മതമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പാൻഡമിക് വന്നേക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കൂട്ടുകെട്ടുണ്ടായത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമ ഏറ്റവും നന്നാവട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൃഥ്വിരാജിന് ഒരു നാഷണൽ അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമ്മുടെ ഒരു നടൻ തന്നെയല്ലേ, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടല്ലേ. അത്രയധികം 30 കിലോത്തോടൊക്കെ കുറയ്ക്കാന്ന് പറയുന്നത് നമ്മളോട് ചെയ്യാൻ വിക്രത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൃഥ്വിരാജ് ചെയ്തേക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. സോ ആ ഒരു കാര്യത്തിലാണെങ്കിലും ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ 16 വർഷത്തെ വിഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് മുമ്പേ തന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു 10-20 വർഷത്തെ ഒരു സ്വപ്നമാണ് അയാളുടെ ഒരു സിനിമ എന്ന് പറയുന്നത്. ബ്ലസ്സി എന്ന് പറയുന്ന ഒരു പീക്ക് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് തന്മാത്ര പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന സമയത്ത് അങ്ങേര് എടുത്തേക്കുന്ന ഒരു ഡിസിഷനാണ്. അന്ന് ബ്ലസ്സിക്ക് താടി നരച്ചിട്ടില്ല, ഇന്ന് ബ്ലസ്സിയുടെ താടി വരെ നരച്ചു. അത്രയധികം കഷ്ടപ്പെട്ടെടുത്തേക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഈ സിനിമ ഏറ്റവും നന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പോസിറ്റീവ് പറയാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവണേ, അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഓഡിയൻസും അങ്ങനെ തന്നെയായിരിക്കും പ്രതീക്ഷിക്കേണ്ടാവുക. കാരണം സിനിമ എന്നുള്ള എൻ്റെ പുറത്തോട്ട് ഒരു ജീവിതം തന്നെയാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു ആടുജീവിതമാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അതൊരു പാർട്ട് 2 ആയിട്ട് വേണമെങ്കിൽ ഇറക്കാം. എനിവേസ് സിനിമ ട്രെയിലർ നമ്മളിപ്പോൾ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിഷ്വൽസ് ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്, ഓഡിയോ ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്, നടിപ്പാണെങ്കിലും ട്രെയിലറിനകത്ത് കാണുന്ന സാധനമാണെങ്കിൽ നന്നായിട്ടുണ്ട്. തംബ്നെയിൽ പ്രത്യേകിച്ചും പറയാം, കാരണം 3 സീരീസ് ഓഫ് ക്യാരക്ടേഴ്സിന് 3 കാലഘട്ടത്തിൽ കാണിക്കുന്ന ആ ഒരു സെയിം ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വളരെ ഗംഭീരമായിട്ട് കാണിച്ചേക്കുന്ന, പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് ക്യാരക്ടറിൽ നിന്ന് അവസാനത്തെ ആ ഒരു എക്സ്ട്രീമായിട്ട് താടി കൊളത്തേക്കുന്ന ഒരു ക്യാരക്ടറിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, വാട്സ് ദാറ്റ് മാൻ, അത് വേറൊരു ലീഗാണ്. എനിവേസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ നമുക്ക് റിയാക്ട് ചെയ്യാം പിന്നീട്. എനിവേസ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? സിനിമ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോയി കാണുമോ? കാരണം ഒരു ക്ലാസ് സിനിമയാണ്. നമ്മുടെ മലയാളി ഓഡിയൻസ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ മറ്റ് സ്റ്റേറ്റുകളും ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ? അടുത്തൊരു ബെഞ്ച് മാർക്കായിട്ട് മാറോ? സുഷിൻ പറഞ്ഞ പോലെ ഇത് മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന ഒരു സിനിമയായിരിക്കും. പക്ഷേ ഇന്ത്യൻ സിനിമയുടെ തന്നെ സീൻ മാറ്റാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലുള്ള സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്ത് ഗതികെട്ടൊരു ജീവിതമല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് നല്ല രീതിക്ക് നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ചില മനുഷ്യന്മാർ പുറത്തു പോയതിനു ശേഷം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു അവസ്ഥ, ഒരു ജീവിതം. അതാണ് ആടുജീവിതം എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. ആൻഡ് സൗണ്ട്സും ഗംഭീരം തന്നെയുണ്ട്. AR വർക്ക്സാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ വിഷ്വൽസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി വിഷ്വൽസുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഇങ്ങനെ ഡ്യൂണിലൊക്കെ കാണിക്കുന്ന പോലത്തെ ആ ഒരു കൊടുങ്കാറ്റ് വരുന്ന ഒരു സീനില്ലേ, ആ ഒരു ഡെസേർട്ടിൽ വരുന്ന ആ ഒരു കൊടുങ്കാറ്റിൻ്റെ ആ ഒരു ഷോട്ടൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ പാമ്പിൻ്റെ ഷോട്ട്, ആ ഐ ഷോട്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കൊന്നും പറയാനില്ല, ഞാൻ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ മാസത്തെ വൺ ഓഫ് ദ പ്ലാൻഡ് സിനിമ തന്നെയായിരുന്നു. സീൻ മാറ്റിയാലെങ്കിലും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. എനിവേസ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾ സ്പെഷ്യൽ സൈനിങ് ഔട്ട്. ബൈ.